ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലെ ഫിസിക്കൽ സയൻസ്, അതായത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് എല്ലാവരും പോയി കാണുക. എല്ലാ എക്സാമിനും ഹെൽപ്ഫുൾ ആകുന്ന ചോദ്യങ്ങളാണ് പറയുന്നത്. ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കമൻറ്റുകളും അറിയിക്കാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, IUCN, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് ലോകമെമ്പാടുമുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടിക തയ്യാറാക്കുന്നത്. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാൻ ആണ്? പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ച് വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാൻ ആണ്? ഉത്തരം ഓപ്ഷൻ സി, വിറ്റാമിൻ സി. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സി താപത്തോട് വളരെ വേഗം പ്രതികരിക്കുന്ന ഒന്നാണ്. തുറന്നു വെച്ച് വേവിക്കുമ്പോൾ ചൂടേറ്റ് ഇത് വേഗത്തിൽ നശിച്ചു പോകുന്നു. അതിനാൽ ഇത് സംരക്ഷിക്കാൻ പാത്രം അടച്ചു വെച്ച് വേവിക്കുന്നത് നന്നായിരിക്കും. കണ്ടൽ കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. കണ്ടൽ കാടുകളെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? തന്നിരിക്കുന്നത്: 1. തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു, അത് ശരിയാണ്. 2. സുനാമിയെ തടയുന്നു, അതും ശരിയാണ്. 3. മത്സ്യസമ്പത്ത് കുറയാൻ കാരണം, അത് തെറ്റാണ്. മത്സ്യസമ്പത്ത് വർദ്ധിക്കാൻ കാരണമാകുന്നു, അതാണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ്? കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, വിജാഗിരി സന്ധി. വാതിലിൻ്റെ വിജാഗിരി പോലെ ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. കാൽമുട്ട്, കൈമുട്ട് സന്ധി എന്നിവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏതാണ്? ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും വളരുന്ന പ്രത്യേകതരം മാങ്ങയാണ് കുറ്റ്യാട്ടൂർ മാങ്ങ. ഇതിന് ഭൗമസൂചിക പദവി, അതായത് GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്നവ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെ? തന്നിരിക്കുന്നത്: 1. ഇൻഫ്ലുവൻസ, ചിക്കൻ ബോക്സ് എന്നിവ വായുവിലൂടെ പകരുന്ന രോഗമാണ്. 5ാം പനിയും ക്ഷയവും വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. COVID-19, വില്ലൻ ചുമ എന്നിവയും വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. കോളറ, ടൈഫോയിഡ് എന്നിവ പ്രധാനമായും മലിനമായ ജലത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് പകരുന്നത്. അതുകൊണ്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കോളറ, ടൈഫോയിഡ്. മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുക. മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന സ്കർവി എന്ന രോഗത്തിൻ്റെ ലക്ഷണമാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം. സിട്രസ് പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തടയാൻ സഹായിക്കും.
മനുഷ്യൻ്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിച്ച് എഴുതുക. മനുഷ്യൻ്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിച്ച് എഴുതുക. 1. ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു. അത് തെറ്റാണ്. ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും ഉണ്ടാകില്ല. പ്രധാനമായും ലിംഫോസൈറ്റുകളാണ് ഇതിൽ കാണുന്നത്. ചുവന്ന രക്താണുക്കളും വലിയ പ്ലാസ്മ പ്രോട്ടീനുകളും ലിംഫിൽ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ബാക്കി നോക്കാം. ലിംഫ് കൊഴുപ്പിൻ്റെ ദഹനഫലമായുണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. ലിംഫ് രക്തത്തിൽ നിന്നും രൂപം കൊള്ളുന്നു. അതും ശരിയാണ്. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. അത് ശരിയാണ്. കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക. അതും ശരിയാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ കൊടുത്തവ എല്ലാം ശരിയാണ്. അടുത്തത് പുല്ല്, മാൻ, കടുവ, കഴുകൻ. ഈ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആരാണ്? പുല്ല്, മാൻ, കടുവ, കഴുകൻ എന്നീ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കഴുകൻ. ഇതിൽ പുല്ല് വരുന്നത് ഉൽപാദകനാണ്, അതായത് പ്രൊഡ്യൂസർ. മാൻ വരുന്നത് പ്രാഥമിക ഉപഭോക്താവാണ്, അതായത് പ്രൈമറി കൺസ്യൂമർ. കടുവ വരുന്നത് ദ്വിതീയ ഉപഭോക്താവാണ്, സെക്കൻഡറി കൺസ്യൂമർ. കഴുകൻ വരുന്നത് തൃതീയ ഉപഭോക്താവാണ്, ടെർഷ്യറി കൺസ്യൂമർ. തൃതീയ ഉപഭോക്താവാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി വരുന്നത് കഴുകനാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1. ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി. 2. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തി. 3. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു. 4. ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിൻ്റെ പിതാവാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഏണസ്റ്റ് റൂദർഫോർഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 1. 17-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോജനുകൾ. അത് ശരിയാണ്. 2. 14-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. അത് തെറ്റാണ്. 3 മുതൽ 12 വരെ ഗ്രൂപ്പ് മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ, അതായത് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. 3. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. ഇത് ശരിയാണ്. 4. ത്രികങ്ങൾ എന്ന പേരിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് മെൻഡലിയഫ് ആണ്. അതും തെറ്റാണ്. ത്രികങ്ങൾ എന്ന പേരിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ഡൊബറൈനർ ആണ്. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി, പാർശ്വിക വിപര്യം, അതായത് ലാറ്ററൽ ഇൻവേർഷൻ. ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഇടതും വലതും മാറി കാണപ്പെടുന്നതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് വിളിക്കുന്നത്. അടുത്തത് പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ജൂൾ. പ്രവൃത്തിയുടെയും ഊർജത്തിൻ്റെയും, അതായത് എനർജിയുടെയും
SI യൂണിറ്റ് വരുന്നത് ജൂളാണ്. ന്യൂട്ടൺ എന്നത് ഫോഴ്സിൻ്റെ അതായത് ബലത്തിൻ്റെ യൂണിറ്റാണ്. പാസ്കൽ എന്നത് മർദ്ദത്തിൻ്റെ അതായത് പ്രഷറിൻ്റെ യൂണിറ്റാണ്. മീറ്റർ എന്നത് ദൂരത്തിൻ്റെ അതായത് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റുമാണ്. വൈദ്യുത മോട്ടറിലെ ഊർജ്ജമാറ്റം ഏതാണ്? വൈദ്യുത മോട്ടറിലെ ഊർജ്ജമാറ്റം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. വൈദ്യുതി ഉപയോഗിച്ച് കറങ്ങുന്ന ഒരു ഉപകരണമാണ് മോട്ടർ. ഇത് വൈദ്യുതോർജ്ജത്തെ ചലന ഊർജം അഥവാ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. നേരെ തിരിച്ചുള്ള പ്രവർത്തനം നടക്കുന്നത് ജനറേറ്ററിലാണ്. അതായത് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത് ജനറേറ്ററിലാണ്. ഇതിലെ വൈദ്യുത മോട്ടറിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. താഴെ തന്നിരിക്കുന്ന അയിരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ അയിരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നത് ലീച്ചിങ്, പ്ലവന പ്രക്രിയ, ഗാന്ധിക വിഭജനം, ഉത്പതനം. ഉത്പതനമാണ് തെറ്റായിട്ടുള്ളത്. ഉൽപ്പതനം എന്നാൽ ഒരു ഖരവസ്തു നേരിട്ട് വാതകമായി മാറുന്ന ഭൗതിക മാറ്റമാണ് ഉത്പതനം. താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏതാണ്? താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഹൈഡ്രജൻ. ഹൈഡ്രജൻ പെട്ടെന്ന് കത്തുന്ന ഒരു വാതകമാണ്. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഇത് സ്വയം കത്തില്ല. നൈട്രജനും ആർഗണും സാധാരണ നിലയിൽ കത്തുന്നവയല്ല. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഐസോപ്രീൻ. സ്വാഭാവിക റബ്ബർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഐസോപ്രീൻ തന്മാത്രകൾ കൂടിച്ചേർന്നാണ്. നിയോപ്രീൻ എന്നത് ഒരു സിന്തറ്റിക് അഥവാ കൃത്രിമ റബ്ബറാണ്. താഴെ തന്നിരിക്കുന്നതിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നതിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. അത് ശരിയാണ്. 2. കോമൺ ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു. അതും ശരിയാണ്. 3. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു. അത് തെറ്റാണ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഭാരം അഥവാ വെയിറ്റ് അളക്കുകയാണ് ചെയ്യുന്നത്. 4. യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ ആണ്. അതും തെറ്റാണ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ന്യൂട്ടൺ എന്നത് ഭാരത്തിൻ്റെ യൂണിറ്റ് ആണ്. ഇതിൽ തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 3ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില എത്രയാണ്? സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഒരു ആരോഗ്യവാനായ മനുഷ്യൻ്റെ ശരാശരി ശരീര താപനില 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏതാണ്? ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏത്? തന്നിരിക്കുന്നത് കോളറ. അത് ജലത്തിലൂടെ പകരുന്ന രോഗമാണെങ്കിലും അതൊരു ബാക്ടീരിയ രോഗമാണ്. അതായത് വിബ്രിയോ കോളറെ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ പരത്തുന്ന രോഗമാണ്. പിന്നീട് ടൈഫോയിഡ് പറയുന്നുണ്ട്. അതും ജലത്തിലൂടെയാണ് പകരുന്നത്. സാൾമൊണല്ല ടൈഫി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് ടൈഫോയിഡ്. മഞ്ഞപ്പിത്തമാണ് ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. അടുത്തത് എലിപ്പനി പറയുന്നുണ്ട്. അതും മലിനജലത്തിലൂടെ പകരുന്നതാണെങ്കിലും ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ മൂലമാണ് എലിപ്പനി ഉണ്ടാകുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നതാണ് റിക്സിയ? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നവയാണ് റിക്സിയ? ഉത്തരം ഓപ്ഷൻ ബി ബ്രയോഫൈറ്റ്സ്.
സസ്യലോകത്തെ ഉഭയജീവികൾ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗമാണ് ബ്രയോഫൈറ്റുകൾ. റിക്സിയ, മാർക്കൻഷ്യ എന്നിവ ഈ വിഭാഗത്തിലെ ലിവർവേർഡ്സ് എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് എത്രയാണ്? മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 270 മുതൽ 280 ദിവസം വരെ. തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു? തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ DNA ബാർകോഡിംഗ്. ഒരു ജീവിയുടെ DNA-യിലെ ഒരു ചെറിയ ഭാഗം ജനറ്റിക് മാർക്കർ പരിശോധിച്ച് ആ ജീവി ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് വേഗത്തിൽ തിരിച്ചറിയുന്ന രീതിയാണ് ഇത്. താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി മെലാട്ടോണിൻ. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലാട്ടോണിൻ ശരീരത്തിൻ്റെ ജൈവ ഘടികാരത്തെ നിയന്ത്രിക്കുന്നു. പല ജീവികളിലും പ്രജനന കാലയളവ് പകൽ വെളിച്ചത്തിൻ്റെ ദൈർഘ്യത്തിനനുസരിച്ച് ക്രമീകരിക്കുന്നത് ഈ ഹോർമോണാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? താഴെ നൽകിയിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏതാണ്? കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി അനുയാത്ര. ഭിന്നശേഷിക്കാർക്ക് സമഗ്രമായ പിന്തുണയും സുരക്ഷയും ഉറപ്പാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ക്യാമ്പയിനാണ് അനുയാത്ര. ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം കണ്ടെത്തുക. ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയാവ തിരഞ്ഞെടുത്ത് എഴുതുക. വിഷാംശം ഉള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുവാണ് ഡയോക്സിൻ. അത് ശരിയാണ്. കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നു. അതും ശരിയാണ്. വ്യാവസായിക പ്രക്രിയകളുടെ ഉപോൽപ്പന്നങ്ങളാണ് ഇവ. അതും ശരിയാണ്. മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് തകരാർ ഉണ്ടാകുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനകളെല്ലാം ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂൺ ഇനം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണിനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഭീമ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത വെളുത്ത പാൽക്കൂൺ ഇനമാണ്, അതായത് മിൽക്കി മഷ്റൂം ഇനമാണ് ഭീമ. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ പുതിയ അസ്ഥി കോശങ്ങൾ നിർമ്മിക്കുന്ന കോശങ്ങളാണ് ഇവ. വിറ്റാമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ. അതായത് വിറ്റാമിൻ B12 കുറഞ്ഞാൽ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം ശരിയായി നടക്കാതെ വരികയും അവ അസാധാരണ വലുതാവുകയും ചെയ്യുന്നു. ഇതാണ് മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ. സ്കർവി വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. ബെറിബറി വിറ്റാമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്നതാണ്.
ഓസ്റ്റിയോപോറിസിസ്, വിറ്റാമിൻ ഡി, കാൽസ്യം എന്നിവയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ്. ഒരു അപ്പ് ക്വാർക്ക് +2/3 e ചാർജ് ഉള്ളതും ഒരു ഡൗൺ ക്വാർക്ക് -1/3 e ചാർജ് ഉള്ളതും ആണ്. ഇവിടെ ഈ ഇലക്ട്രോണിൻ്റെ ചാർജാണ്. എങ്കിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ക്വാർക്ക് സംയോജനമാകാൻ സാധ്യതയുള്ളത് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രോട്ടോൺ 2 അപ്പ് ക്വാർക്ക് 1 ഡൗൺ ക്വാർക്ക്, ന്യൂട്രോണ് 1 അപ്പ് ക്വാർക്ക് 2 ഡൗൺ ക്വാർക്ക് എന്നിവയാണ്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏതാണ്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ജലം. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനമാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല്. ഇതിൻ്റെ രാസപ്രവർത്തന ഫലമായി പുറത്തു വരുന്നത് ജലമാണ്. അതിനാൽ ഇത് തികച്ചും പരിസ്ഥിതി സൗഹൃദമായ ഒരു ഊർജ സ്രോതസ്സാണ്. 6 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിൻ്റെ മാസിലുണ്ടാകുന്ന വ്യത്യാസം എന്താണ്? 6 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിൻ്റെ മാസിലുണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലായിടത്തും 6 കിലോഗ്രാം തന്നെയാണ് ഉണ്ടാകുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ അളവാണ് മാസ്. പ്രപഞ്ചത്തിൽ എവിടെ കൊണ്ടുപോയാലും ഒരു വസ്തുവിൻ്റെ മാസ് മാറില്ല. എന്നാൽ ഭാരം അഥവാ വെയിറ്റ് എന്നത് ഗുരുത്വാകർഷണ ബലത്തെ ആശ്രയിക്കുന്നതിനാൽ സ്ഥലത്തിനനുസരിച്ച് മാറും. ഇവിടെ ചോദ്യം മാസിനെ കുറിച്ചായതിനാൽ എല്ലായിടത്തും 6 കിലോഗ്രാം തന്നെയായിരിക്കും മാസ് വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നത് ഊർജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ജൂൾ പെർ സെക്കൻഡ്. അത് പവറിൻ്റെ യൂണിറ്റാണ്. കിലോ വാട്ട് അവർ, എർഗ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നിവയൊക്കെ ഊർജത്തിൻ്റെ യൂണിറ്റുകളാണ്. സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്നിവ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലുകളിലും എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, -273.15 ഡിഗ്രി സെൽഷ്യസ്, -459.69 ഡിഗ്രി ഫാരൻഹീറ്റ്, 0 കെൽവിൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ചലനത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായത് ഏതാണ്? 1. പ്രവേഗം 0 ത്വരണവും 0 ഈ പ്രസ്താവന തെറ്റാണ്. പ്രവേഗം വെലോസിറ്റി 0 ത്വരണം ആക്സിലറേഷൻ എപ്പോഴും 0 എന്നില്ല. ഉദാഹരണത്തിന് ഒരു പന്ത് മുകളിലേക്ക് എറിയുക എന്ന് കരുതുക. അപ്പോൾ പന്ത് ഏറ്റവും ഉയർന്ന പോയിന്റിലെത്തുമ്പോൾ ഒരു നിമിഷം അത് അവിടെ നിൽക്കുന്നു. അതായത് അവിടെ പന്തിൻ്റെ പ്രവേഗം 0. എന്നാൽ ആ സമയത്തും ഭൂമി ആ പന്തിനെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് അവിടെ ഒരു ഗുരുത്വാകർഷണ ത്വരണം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ്. 2. സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ത്വരണം 0. ഈ പ്രസ്താവന ശരിയാണ്. കാരണം ഇവിടെ വസ്തുവിൻ്റെ വേഗത മാറുന്നില്ല, വസ്തുവിൻ്റെ സഞ്ചാര ദിശയും മാറുന്നില്ല. ഇവിടെ പ്രവേഗമാറ്റം സംഭവിക്കാത്തതുകൊണ്ട് അവിടെ ത്വരണവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ത്വരണം ഇവിടെ 0. അതുകൊണ്ട് ഈ പ്രസ്താവന ശരിയാണ്. 3. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ദൂരവും സ്ഥാനാന്തരത്തിൻ്റെ അളവും തുല്യമാണ്. തെറ്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ദൂരവും സ്ഥാനാന്തരത്തിൻ്റെ അളവും തുല്യമാണ് എന്നാണ് തന്നിരിക്കുന്നത്.
ഒരു വസ്തു നേർരേഖയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ അത് സഞ്ചരിച്ച പാതയുടെ നീളവും ആദ്യ സ്ഥാനത്ത് നിന്നും അവസാന സ്ഥാനത്ത് തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം, അതാണല്ലോ സ്ഥാനാന്തരം, അതും തുല്യമായിരിക്കും. ഒരേ ദിശയിലാണെങ്കിൽ അത് തുല്യമായിരിക്കും, അല്ലെങ്കിൽ അത് തുല്യമായിരിക്കില്ല. ഇവിടെ ഒരേ ദിശ എന്ന് തന്നിട്ടുള്ള, അതുകൊണ്ട് ഫൈനൽ ആൻസർ കീയിൽ വരുന്ന ഓപ്ഷൻസ് ബി ആണ്. പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു. 1. മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ. 2. പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ ലംബമായി പതിച്ചാൽ. 3. രണ്ട് മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാങ്കം ആയാൽ. ഇവയിൽ ശരിയായവ ഏതെല്ലാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. അടുത്തത്, ഭൂമിക്കു ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ സ്ഥിതികോർജം ഇ ആണെങ്കിൽ അതിൻ്റെ ഗതികോർജവും ആകെ ഊർജവും എത്രയാണ്? ഭൂമിക്കു ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ സ്ഥിതികോർജം ഇ ആണെങ്കിൽ അതിൻ്റെ ഗതികോർജവും ആകെ ഊർജവും എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഗതികോർജം -E/2 ആയിരിക്കും, ആകെ ഊർജം E/2 ആയിരിക്കും. കാരണം ഊർജം കൈനറ്റിക് എനർജി ഇത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇതിൻ്റെ അളവ് സ്ഥിതികോർജത്തിൻ്റെ പകുതിക്ക് തുല്യമായിരിക്കും. എന്നാൽ ചിഹ്നം വിപരീതമായിരിക്കും, അതായത് കൈനറ്റിക് എനർജി -E/2 ആയിരിക്കും. പിന്നെ ആകെ ഊർജം ടോട്ടൽ എനർജി സ്ഥിതികോർജത്തിൻ്റെയും ഗതികോർജത്തിൻ്റെയും തുകയാണ് ഇത്. അതായത് E+-E/2, അതായത് E/2 ആയിരിക്കും. അതുകൊണ്ട് ഉത്തരം ഗതികോർജം -E/2, ആകെ ഊർജം E/2. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലി ആണ്. ഈ ആവർത്തന പട്ടികകളുടെ അടിസ്ഥാനം ഏതാണ്? ആവർത്തന പട്ടികയിൽ മെൻഡലിയഫ് മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആധുനിക ആവർത്തന പട്ടികയിൽ മോസ്ലി മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. മെൻഡലിയഫ് അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്, മോസ്ലി അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. താഴെ പറയുന്നവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത്? താഴെ പറയുന്നവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാനാവുന്നത്? ഉത്തരം ഓപ്ഷൻ സി, സിന്നബർ. ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ഏത്? തന്നിരിക്കുന്നത് കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ്, ഇവ രണ്ടും. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കാലിഡോസ്കോപ്പിലും പെരിസ്കോപ്പിലും ഉപയോഗിക്കുന്നത് ആവർത്തന പ്രതിപതനമാണ്. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ ബി, സിങ്ക്. സിങ്ക് ബ്ലെൻഡും കലാമിനുമാണ് സിങ്കിൻ്റെ പ്രധാനപ്പെട്ട അയിരുകൾ. ഇരുമ്പിൻ്റെ അയിരുകൾ ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്നിവയാണ്. ലെഡിൻ്റേത് ഗലീന, ലിത്തർജി എന്നിവയൊക്കെയാണ് ലെഡിൻ്റെ പ്രധാനപ്പെട്ട അയിരുകൾ. മെർക്കുറിയുടേത് സിന്നബാറാണ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ, എക്കൗസ്റ്റിക്സ്. ഒപ്റ്റിക്സ് എന്നത് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ്. തെർമോഡൈനാമിക്സ് താപത്തെക്കുറിച്ചുള്ള പഠനമാണ്. മെക്കാനിക്സ് വസ്തുക്കളുടെ ചലനത്തെയും ബലത്തെക്കുറിച്ചുമുള്ള പഠനമാണ്. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ഹൈഡ്രോ എന്നാൽ ജലമെന്നും ജീൻസ് എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുമാണ് അർത്ഥം വരുന്നത്. ഹൈഡ്രജൻ കത്തുമ്പോൾ ഓക്സിജനുമായി ചേർന്ന് ജലം ഉണ്ടാകുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ.
PFBR സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, തമിഴ്നാട്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ശൈലി. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഇ ഹെൽത്ത് കേരള വികസിപ്പിച്ചെടുത്ത ആപ്പാണ് ശൈലി. ജനങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാനും അവ നിയന്ത്രിക്കാനും ഇത് ഉപയോഗിക്കുന്നു. ഇ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യരംഗത്തെ ഡിജിറ്റലൈസേഷൻ പദ്ധതിയാണ് ഇ ഹെൽത്ത്. ഇ സഞ്ജീവനി എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ടെലിമെഡിസിൻ സേവനമാണ്. താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന ലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ശരീരഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. എയ്ഡ്സിൻ്റെ രോഗലക്ഷണങ്ങളാണ് ഇതെല്ലാം. HIV വൈറസ് ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളെ പ്രത്യേകിച്ച് ടി ലിംഫോസൈറ്റുകൾ നശിപ്പിക്കുന്നു. ഇതുമൂലം ശരീരത്തിൻ്റെ പ്രതിരോധശേഷി തകരുകയും മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യുന്നു. ക്ഷയം പ്രധാനമായും ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. ചുമ, നെഞ്ചുവേദന എന്നിവയൊക്കെയാണ് ഉണ്ടാകുന്നത്. ഡെങ്കിപ്പനി പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. മഞ്ഞപ്പിത്തം കണ്ണിലും ചർമ്മത്തിലും മഞ്ഞ നിറം വരുന്നത് പ്രധാന ലക്ഷണമാണ്. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക. 1. തൈറോയ്ഡ് ഗ്രന്ഥി തൈമോസിൻ. അത് തെറ്റാണ്. തൈറോയ്ഡ് നിർമ്മിക്കുന്നത് തൈറോക്സിൻ ആണ്. തൈമോസിൻ നിർമ്മിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. 2. ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിൻ. അത് ശരിയാണ്. ഇൻസുലിൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. 3. പീനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ. അതും ശരിയാണ്. മെലാട്ടോണിൻ ഉറക്കത്തെയും ഉണർവിനെയും നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. അഡ്രിനൽ ഗ്രന്ഥി കാൽസിട്ടോണിൻ. അത് തെറ്റാണ്. കാൽസിട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. അഡ്രിനൽ ഗ്രന്ഥി അഡ്രിനാലിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. തന്നിരിക്കുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക. അത് തെറ്റാണ്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. അത് ശരിയാണ്. സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക. അതും ശരിയാണ്. നഗരചേരികൾ താമസിക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക. അത് തെറ്റാണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നത് വിറ്റാമിൻ B12 കണ എന്നാണ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. വിറ്റാമിൻ B12ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത് പെർനീഷ്യസ് അനീമിയാണ്. വിറ്റാമിൻ സി നിശാന്തത എന്നാണ് തന്നിട്ടുള്ളത്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത് സ്കർവിയാണ്. നിശാന്തത ഉണ്ടാകുന്നത് വിറ്റാമിൻ എ അപര്യാപ്തത മൂലമാണ്. അടുത്തത് വിറ്റാമിൻ B3 പെല്ലഗ്ര. അത് ശരിയാണ്. പെല്ലഗ്ര വിറ്റാമിൻ 3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. വിറ്റാമിൻ ഡി സ്കർവി എന്നാണ് തന്നിട്ടുള്ളത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണയാണ്. സ്കർവി ഉണ്ടാകുന്നത് വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ്. ഇതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്?
സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വയോ അമൃതം. എംഫിസിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? എംഫിസിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ശ്വാസകോശം. ശ്വാസകോശത്തിലെ വായു അറത് ആൽവിയോളെ കേടുപാടുകൾ സംഭവിക്കുന്ന അവസ്ഥയാണ് ഇത്. പുകവലി മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെട്ടവരെയാണ്? സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെട്ടവരെയാണ്? ഉത്തരം ഓപ്ഷൻ സി മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ. താഴെ തന്നിരിക്കുന്നവയിൽ വായുവഴി പകരാത്ത രോഗം കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ വായുവഴി പകരാത്ത രോഗം കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് പോളിയോ. പോളിയോ പകരുന്നത് പ്രധാനമായും മലിനമായ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയുമാണ്. വില്ലൻ ചുമ, ചിക്കൻ ബോക്സ്, ക്ഷയം എന്നിവയൊക്കെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1 ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ. അത് ശരിയാണ്. പ്രസ്താവന 2 വില്ലസുകൾ ജലം, ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് മേരി ഈവ് ബ്രങ്കോൺ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സക്കാഗുച്ചി എന്നിവർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അവർക്ക് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2ഉം 4ഉം 5ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങളുടെ വിലയേറിയ കമൻസും രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.